ഗുഡ് ഈവനിങ് ഓൾ. ഇപ്പം നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളതിൽ ഇനി എത്ര ലെറ്റേഴ്സ് പഠിക്കാനുണ്ട്? എത്ര ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ മിസ് റിപ്പീറ്റ് ചെയ്തൊന്ന് പറയാം കേട്ടോ. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഇത്രയാണ് പഠിച്ചത്. ബാക്കിയുള്ള ലെറ്റേഴ്സ് നമ്മൾ ഇന്ന് നോക്കും. 4 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പം നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വർണ്ണമാവനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അവരുടെ ബേബിയാണിത്. അപ്പോൾ ബേബിയുടെ നെയിം എന്താണ്? ഓ എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഓ എന്ന് എഴുതാന്നുള്ളത് പഠിക്കാം. ഓക്കെ, ഓൻ്റെ നിക് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓസ് എന്നാണ്. ഓസ് 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 എന്ന് പറഞ്ഞാൽ സ്നോ, മഞ്ഞാണ് കേട്ടോ. അതിൻ്റെ പിക്ചർ മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഓ എന്ന് എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പം നോക്കിക്കോളൂ, മിസ് അതിൻ്റെ താഴെ തന്നെ എഴുതി കാണിക്കാം. ഓ എന്ന് എഴുതാൻ എല്ലാവരും ആ എന്ന് എഴുതാൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ആ എന്ന് എഴുതാൻ. അപ്പം മിസ് അതവിടെ എഴുതി കൊടുക്കാണ് കേട്ടോ. സിമ്പിളാണ് ഓ ഒക്കെ എഴുതാൻ. നമ്മൾ പഠിച്ച ലെറ്റേഴ്സിൽ നിന്നും തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം മിസ് അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. നോക്കിയേ, നമ്മൾ ആ എന്ന് പഠിച്ചൂലേ. മിസ് അതിവിടെ എഴുതാണ് കേട്ടോ. ആ എന്ന് എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? മുകളിൽ ചെരിച്ച് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഇപ്പം എന്തായിട്ട് മാറും? ആ എന്നുള്ളത് ഓ എന്നായിട്ട് മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആ എന്ന് എഴുതാൻ പഠിഞ്ഞവർക്കെല്ലാം എന്താണ്? ഓ എന്ന് എഴുതാൻ സിമ്പിളാണ്. മുകളിൽ ചെരിച്ച് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അത് എന്തായിട്ട് മാറും? ഓ എന്നായിട്ട് മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ നിക് നെയിം നോക്കിയാലോ. ഓസ് ഓസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഓസ് എന്ന് പറഞ്ഞാൽ സ്നോ ആണല്ലേ. അപ്പോൾ നമ്മൾ ഓ എന്ന് എഴുതാൻ ഓ എന്ന് എഴുതാൻ പഠിച്ചു. അതാണ് മിസ് ഇവിടെ എഴുതുന്നത് കേട്ടോ. ഇത് വ്യഞ്ജനാക്ഷരമാണ്. സ എന്ന ലെറ്റർ ആണ് കേട്ടോ. നമുക്കതെല്ലാം പയ്യെ പഠിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഓസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതെല്ലാവരും പഠിച്ചല്ലോ. ഓ എന്ന് എഴുതാൻ പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് ഓ എന്ന് കഴിഞ്ഞാൽ ഓ എന്ന ലെറ്റർ എന്തില്ല? ഹിന്ദി സൊറയിലില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഔ എന്നാണ് കേട്ടോ. ഓ കഴിഞ്ഞാൽ ഔ ആണ്. ഔ നമുക്ക് സിമ്പിളാണില്ലേ. ഓ എന്ന് എഴുതാൻ പഠിച്ചാൽ ഔ സിമ്പിളാണ്. എങ്ങനെയാണ് എഴുതുക? ഇവിടെ തന്നെ മിസ് എഴുതി കാണിക്കാം. നമ്മൾ ഓ പഠിച്ചു. അപ്പോൾ എന്ത് ചെയ്യാണ്? മിസ് ഇവിടെ ഓ എന്ന് എഴുതാണ് കേട്ടോ. ഓ എന്ന് എഴുതാണ്. ഓക്കെ, ഇങ്ങനെയാണല്ലോ ഓ എന്ന് എഴുതുക. ഇനി ഒരു ലൈനും കൂടി ഇട്ട് കൊടുത്താൽ മതി. 2 ലൈൻ ഇട്ടാൽ അതെന്തായിട്ട് മാറി? ഔ എന്നായിട്ട് മാറി. ഒരൊറ്റ ലൈനാണ് മുകളിൽ ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഓ ആയിട്ട് മാറി. ഈ ചെറിയൊരു ചേഞ്ചസേ വരുന്നുള്ളൂ. അത് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഓയും ഔവും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ നിക് നെയിം നോക്കാം. ഔസേ ഔഷധി. ഔഷധി എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിസിൻ ആണല്ലേ, മരുന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതാൻ നോക്കാം. അപ്പം നമ്മൾ ഔ എന്ന് എഴുതാൻ പഠിച്ചു. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എഴുതേണ്ടത് ഷായാണ് കേട്ടോ. ഷാ. ധി എന്ന് എഴുതേണ്ട ചിഹ്നം നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലെറ്റർ എഴുതുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഔഷധി എന്ന് എഴുതാം. ഔഷധി. ഓക്കെ, ഇതൊന്നും വലിയ വേർഡാണ്, എന്നെക്കൊണ്ട് എഴുതാൻ പറ്റില്ല എന്ന ടെൻഷൻ ഒന്നും വേണ്ട. ഇതൊക്കെ നമ്മൾ പഠിക്കും. സിമ്പിളാണ് ഇതൊക്കെ കേട്ടോ. ലെറ്റേഴ്സ് സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാണ്. നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? അം എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ന് എഴുതാൻ പഠിക്കാം അല്ലേ. അമ്മിൻ്റെ നിക് നെയിം എന്താ? അണ്ഡ എന്നാണ്. അണ്ഡ എന്ന് പറഞ്ഞാൽ എഗ് ആണ് ഇല്ലേ, മുട്ടയാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ മുട്ടൊക്കെ കഴിക്കാൻ? ഇഷ്ടമാണോ? അപ്പം നമുക്ക് നോക്കാം എന്നെങ്ങനെ എഴുതാന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ആ എന്ന് എഴുതാൻ അറിയില്ലേ? അറിയാം, നമ്മൾ പഠിച്ചു. നല്ല മക്കളാണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പം മിസ് ഇവിടെ ആ എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? മുകളിൽ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെന്തായിട്ട് മാറി? എന്നായിട്ട് മാറി. ഇത്രയേ ഉള്ളൂ. ആ എഴുതുന്നു, മുകളിൽ എന്താണ്? ഡോട്ട് ഉണ്ടോ? എന്നതെന്താണ് വായിക്കുക? എന്നാണ്. ഇനി നമുക്ക് ഹണ്ട എന്നെങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം നമുക്ക് എന്ന് എഴുതാൻ ഇപ്പോൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് മിസ് ഇവിടെ എഴുതുകയാണ്. ഇനി ഠ എന്ന് എഴുതുന്നു. അതിനുള്ള ചിഹ്നം ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെയാണ് എഴുതാം. ഓക്കെ, കാണുന്നില്ല അല്ലേ. ഇങ്ങനെയാണ് എഴുതാം. അപ്പോൾ സേ അണ്ഡ എന്നാണ് നമ്മളിത് റീഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് ലെറ്റർ ആണ് കേട്ടോ. സൊറിൽ വരുന്ന ലാസ്റ്റ് ലെറ്റർ ആണ് ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വേർഡ്സ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ എഴുതാന്നുള്ളത് നോക്കിയാലോ. നമുക്ക് ആ എഴുതാൻ അറിയാം. അപ്പം നമ്മൾ അത് എഴുതുന്നു. എന്നൊക്കെ എഴുതാൻ സിമ്പിളാണ് ഇല്ലേ. ഓരോ ഡോട്ട്സിൻ്റെ മാറ്റേ ഉള്ളൂ. നമ്മൾ എന്നുള്ളതിന് മുകളിൽ ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നുള്ളതിന് എവിടെ ഇട്ട് കൊടുക്കും? സൈഡിൽ ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളല്ലേ. ഈ ലാസ്റ്റ് വരുന്ന ഈ ഒരു 4 ലെറ്റേഴ്സും എഴുതാം. സിമ്പിളാണ്. വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തന്നേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്നും കൂടെ നോക്കാം. നോക്കിയേ, ഓസേ ഓസ്. ഓക്കെ, ഓസ് എന്ന് പറഞ്ഞാൽ സ്നോ ആണ്. നെക്സ്റ്റ് ഔസേ ഔഷധി. ദെൻ സേ അണ്ഡ. ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ വരുന്ന എക്സസൈസ് നോക്കിയേ. ഭരയം ഓർ ലിഖ്. ഓക്കെ, എന്താ അവിടെ ചെയ്യാനുള്ളത്? താഴെ കുറച്ച് ലെറ്റേഴ്സ് ഫില്ല് ചെയ്യാനുണ്ട് ഇല്ലേ. 3 ലെറ്റേഴ്സ് അവിടെ മിസ്സിംഗ് ആണ്. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് ഏതാ? അത് നിങ്ങളത് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് യൂണിറ്റ് ടാസ്ക്.
ओके, यूनिट टास्क നമുക്ക് നോക്കാം. नीचे दिए गए अक्षरों का उपयोग करके ഫ്ലാഷ് കാർഡ് बनाए. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെയാണെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡ് നിർമ്മിക്കാനാണ്. താഴെ 4 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഫ്ലാഷ് കാർഡ് നിർമ്മിക്കണം. അപ്പോൾ ഇത്രയും നമ്മുടെ സ്വരാക്ഷരങ്ങളുള്ളൂ. എല്ലാവരും പഠിച്ചല്ലോ അല്ലേ സ്വരാക്ഷരങ്ങൾ. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.